സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചെടുക്കുക എന്നുള്ള ഒരു ഇതാണ് ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഗ്രാമർ പഠിക്കുന്നുണ്ടെങ്കിലും പലർക്കും ഒരുപാട് ഡൗട്ട്സുള്ള ഏരിയാസുള്ള ഒരു സെക്ഷനാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഈവൻ നേറ്റീവ് സ്പീക്കേഴ്സിന് തന്നെ ഗ്രാമർ ഫ്ലുവൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. സോ നമ്മളിന്ന് നമ്മുടെ ഗ്രാമർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വി ആർ ലുക്കിംഗ് ടു കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. 4 kinds of sentences, മേജർലി 4 kinds of sentences ആണുള്ളത്. ഒന്നാമത്തേത് അസേർട്ടീവ് സെൻറ്റൻസ്, രണ്ടാമത്തേത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, മൂന്നാമത്തേത് ഇമ്പെറേറ്റീവ് സെൻറ്റൻസ്, and fourth and last one is exclamatory sentences. What is assertive sentence? എന്താണ് assertive sentence എന്ന് പറയുന്നത്? മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രസ്താവന വാക്യം എന്ന് പറയും. assertive sentenceന് പ്രസ്താവന വാക്യം. മലയാളം നിങ്ങൾ അത്രയും ഫെമിലിയർ ആയിരിക്കത്തില്ല assertive sentenceൻ്റെ. അപ്പം assertive sentenceന് പ്രസ്താവന വാക്യം എന്ന് പറയും. ബേസിക്കലി assertive sentence എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പറയുന്നത് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹി വോക്സ് സ്ലോലി. താജ്മഹൽ ഈസ് വൺ ഓഫ് ദ വണ്ടേഴ്സ്. ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. ഹി വോക്സ് സ്ലോലി എന്ന് പറയുന്നൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ താജ്മഹൽ ഈസ് വൺ ഓഫ് ദ വണ്ടേഴ്സ്. അടുത്ത ഇൻറ്ററോഗേറ്റീവ്. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെന്തോ ചോദ്യവാക്യം എന്ന് പറയും മലയാളത്തിൽ. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. വാട്ട് ആർ യു ഡൂയിങ്? വെൻ ഡസ് യുവർ ബ്രദർ ഗോ ടു ഡൽഹി? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനെന്ത് പറയും? ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതൊക്കെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അസേർട്ടീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതായിരിക്കും. ഇനി ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് ആണ് മൂന്നാമത്തേത്. ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ആജ്ഞാവാക്യം. ഇപ്പം നമ്മൾ ആജ്ഞാപിച്ച ഒരാളോട് പറയുകയാണെങ്കിൽ അതൊരു ഇമ്പെറേറ്റീവ് സെൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അല്ലെങ്കിൽ അപേക്ഷാവാക്യം എന്ന് പറയും. നമ്മളിപ്പോൾ ഒരാളോട് അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും കാര്യം അപേക്ഷിക്കുകയാണെങ്കിൽ അതും ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഞാൻ ഈ മലയാളം സ്പെസിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് എ കമാൻഡ്. ഇറ്റ് ഈസ് എ കമാൻഡ്, ആൻ അഡ്വൈസ് ഓർ റിക്വസ്റ്റ്. ഒന്നെങ്കിൽ ഒരു കമാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഒരാളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്, അതൊരു ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഒരാളോട് ആജ്ഞാപിക്കുകയാണ്, കമാൻഡ് ചെയ്യുകയാണ്, ഒരു ഓർഡർ ഇടുകയാണ്, അപ്പോൾ അതിനെന്ത് പറയും? ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഗോ അവേ ഫ്രം ഹിയർ എന്ന് പറയാണ്, ഇപ്പോൾ ഇവിടുന്ന് പോകുമെന്ന് പറയുകയാണ്, അതൊരു ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ എന്ന് പറയുകയാണ്, അപ്പോൾ അതെന്താണ്? ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ, കള്ള് കുടിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അതെന്താണ്? അതൊരു അഡ്വൈസാണ് അല്ലേ, ഒരു ഉപദേശമാണ്. ഇനി റിക്വസ്റ്റ് ആകുമ്പോൾ നമ്മൾ പ്ലീസ് ചേർത്തിട്ടാണ് പറയുന്നത്. പ്ലീസ് ഗിവ് മി യുവർ ബുക്ക്, പ്ലീസ് ഗിവ് മി യുവർ പെൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് റിക്വസ്റ്റാണ്. ഇതെല്ലാം ഇമ്പെറേറ്റീവ് സെൻറ്റൻസിൽ വരുന്നതാണ്. ഇനി ഫോർത്ത് വൺ, ഇതിനൊക്കെ കുറേ കൂടെ എക്സ്പ്ലനേഷൻസ് പറയാൻ പറ്റും, പക്ഷെ ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അല്ലെങ്കിൽ വ്യാക്ഷേപക വാക്യം എന്ന് പറയും. ഇറ്റ് ഈസ് എൻ എക്സ്ക്ലമേഷൻ ഓർ ഇറ്റ് എക്സ്പ്രസ്സസ് എനി സ്ട്രോങ് ഫീലിംഗ് ഇൻ യുവർ മൈൻഡ്. ഈച്ച് സെൻറ്റൻസ് ഗീവ്സ് എ കംപ്ലീറ്റ് മീനിങ്. എക്സ്ക്ലമേറ്ററി മാർക്ക്, വളരെ സിമ്പിളായിട്ട് പറയുന്നത്, എക്സ്ക്ലമേറ്ററി മാർക്ക് വരുന്ന എല്ലാ സെൻറ്റൻസസും നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റും. ഒരു അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിനൊക്കെ നമ്മൾ എക്സ്ക്ലമേഷൻ ഇടാറുണ്ട് അല്ലേ. ഒരു ഇറ്റ് ഈസ് എക്സ്പ്രസ് എനി സ്ട്രോങ് ഫീലിംഗ്. എന്തെങ്കിലും ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ് നിങ്ങളതിൽ സ്ട്രോങ് ഫീലിംഗ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതൊക്കെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. അതിൽ കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവും. മനസ്സിലായോ? ദാറ്റ്സ് ഓൾ.